നിങ്ങൾക്ക് സ്വപ്നങ്ങളുടെ രാജാവാകണോ? സ്വപ്നങ്ങൾ കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് നേടണോ? ചില സ്വപ്നങ്ങൾ കണ്ടു കഴിഞ്ഞതിന് ശേഷം അതിങ്ങനെയായിരുന്നുവെങ്കിൽ എന്ന് നമ്മൾ ആലോചിക്കാറില്ലേ? എത്ര മനോഹരമായിരിക്കും നമ്മൾ തന്നെ നമ്മുടെ ഇഷ്ടത്തിന് സ്വപ്നം കാണുന്ന ആ അവസ്ഥ. അതിലെ കഥാപാത്രങ്ങൾ, സംഭാഷണങ്ങൾ, ചിത്രീകരണങ്ങൾ, സ്ഥലങ്ങൾ, പാട്ടുകൾ എല്ലാം നമ്മൾ തീരുമാനിക്കുന്നത് പോലെയാണെങ്കിൽ ആ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കൂ. അങ്ങനെ ഒരു സാധാരണക്കാരന് കോടീശ്വരനാവാനും ഒരു 5 വയസ്സുകാരനെ അറിഞ്ഞുകൊണ്ട് സ്പൈഡർമാൻ ആവാനും അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്തും ആവാനുള്ള ഒരു സാധ്യതയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. യെസ്, ലൂസിഡ് ഡ്രീംസ്. നമുക്കെല്ലാവർക്കും അറിയാം, REM സ്റ്റേജിലെ ഒരു അൺകോൺഷ്യസ് പ്രോഗ്രാമിംഗ് ആണ് ഡ്രീംസ് എന്ന്. അതുകൊണ്ട് തന്നെ അതിൻ്റെ നിയന്ത്രണത്തിൽ നമുക്കൊരു പങ്കുമില്ല. എന്നാൽ നമ്മൾ സ്വപ്നം കാണുകയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ സ്വപ്നം കാണുന്ന അവസ്ഥയാണ് ലൂസിഡ് ഡ്രീംസ്. അതിൻ്റെ കൺട്രോൾ ഒരു പരിധിവരെ നമ്മുടെ കൈകളിൽ തന്നെയാണ്. ലൂസിഡ് ഡ്രീമിൻ്റെ അർത്ഥം വ്യക്തമായ സ്വപ്നം എന്നാണ്. കാരണം സാധാരണയായി നമ്മൾ കാണുന്ന പോലെ ഒരു ബന്ധവുമില്ലാത്ത സ്വപ്നങ്ങളല്ല ലൂസിഡ് ഡ്രീം. ഇതിലൂടെ നമുക്ക് എന്ത് സാധിക്കില്ല എന്ന് വിശ്വസിക്കുന്നുവോ അത് സാധിച്ച് അതിൻ്റെ സന്തോഷം അനുഭവിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ലോകത്ത് ദിവസവും ലൂസിഡ് ഡ്രീം ചെയ്യുന്ന ആളുകളുണ്ട്. അവരുടെ ലക്ഷ്യവും അത് തന്നെയാണ്. റിയൽ ലൈഫിലെ സങ്കടങ്ങളും മാനസിക പിരിമുറുക്കവും മറക്കാനും സന്തോഷം അനുഭവിക്കാനും ഉള്ള ഒരു ഭാഗ്യമായാണ് അവർ ലൂസിഡ് ഡ്രീംസിനെ കാണുന്നത്. ചിലപ്പോഴൊക്കെ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ചില സ്വപ്നങ്ങൾ കോർത്തിണക്കി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കാണാറില്ലേ? അങ്ങനെയുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ ലൂസിഡ് ഡ്രീമിൻ്റെ അടുത്തെത്തിക്കഴിഞ്ഞു എന്നാണ് അർത്ഥം. വ്യക്തമായ സ്വപ്നങ്ങൾ സ്വന്തമാക്കുന്നതിലൂടെ നമുക്ക് പറക്കാനും നമ്മുടെ ഇഷ്ടതാരങ്ങളെ കാണുവാനും സംസാരിക്കുവാനും പേടി സ്വപ്നങ്ങൾ ഇല്ലാതാക്കുവാനും ഡ്രീം സെക്സ് ആസ്വദിക്കുവാനും അങ്ങനെ എല്ലാ ആഗ്രഹങ്ങളും നടത്തിയെടുക്കുവാനും സാധിക്കുന്നു. എങ്ങനെ ലൂസിഡ് ഡ്രീമിൻ്റെ അത്ഭുത കഴിവുകൾ നമുക്ക് സ്വന്തമാക്കാം എന്ന് നോക്കാം. നല്ല പ്രാക്ടീസും നല്ല കോൺസെൻട്രേഷനും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിൽ എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞാനും അതിന് തയ്യാറെടുക്കുകയായിരുന്നു. എന്നാൽ ആകെ 2 പ്രാവശ്യം മാത്രമാണ് എനിക്കത് അനുഭവിക്കാൻ സാധിച്ചുള്ളൂ. ലൂസിഡ് ഡ്രീമിൻ്റെ ഓരോ ഘട്ടങ്ങൾ പറയുമ്പോഴും ഞാൻ എൻ്റെ അനുഭവങ്ങൾ കൂടി പറയുന്നതായിരിക്കും. ലൂസിഡ് ഡ്രീംസിന് വേണ്ടി ആളുകൾ പലതരത്തിലുള്ള മെത്തേഡുകൾ ഉപയോഗിക്കാറുണ്ട്. അതിൽ WBTB ആണ് ഞാൻ ഉപയോഗിച്ചത്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതും അത് തന്നെയാണ്. കാരണം മറ്റ് രീതികളിൽ നിന്നും വളരെ ഈസിയായി ചെയ്യാൻ പറ്റുന്നതും തുടക്കക്കാർക്ക് ഇണങ്ങുന്നതും ഈ മെത്തേഡാണ്. ലൂസിഡ് ഡ്രീമേഴ്സ് കൂടുതലായും ഉപയോഗിക്കുന്നതും ഇത് തന്നെയാണ്. WBTB എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം. ആദ്യമായി നമുക്ക് ഒരു ഡ്രീം ജേർണൽ ഉണ്ടാക്കണം. ഇത് വളരെ സിമ്പിളാണ്. ദിവസവും കാണുന്ന സ്വപ്നങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയി ഒരു ഡയറിയിൽ എഴുതി വെക്കണം. അത് ഇടയ്ക്ക് വായിക്കുകയും വേണം. അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം കണ്ട സ്വപ്നം ഓർത്തെടുക്കാൻ ശ്രമിക്കുക. ഇതിലൂടെ നമുക്ക് ഒരു അവയർനെസ് ഉണ്ടാക്കാൻ സാധിക്കും. കൂടാതെ കണ്ടുവച്ച സ്വപ്നത്തിൻ്റെ ബാക്കി ലൂസിഡ് ഡ്രീമായി കാണാനും ഇത് നമ്മെ സഹായിക്കും. സ്റ്റെപ്പ് 2. രാത്രി ഭക്ഷണം വളരെ ലൈറ്റായി കഴിക്കുക. ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പെങ്കിലും കഴിച്ചിരിക്കണം. ശേഷം ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഒരു അലാറം സെറ്റ് ചെയ്യേണ്ടതുണ്ട്. ഏകദേശം 6 മണിക്കൂർ സമയം കഴിഞ്ഞാണ് അലാറം വെക്കേണ്ടത്. അതായത് നിങ്ങൾ 10 മണിക്കാണ് ഉറങ്ങുന്നതെങ്കിൽ 4 മണിക്ക് അലാറം വെക്കുക. ശേഷം നമുക്ക് സാധാരണ പോലെ ഉറങ്ങാം. സ്റ്റെപ്പ് 3. 4 മണിക്ക് അലാറം കേട്ടതിന് ശേഷം നമ്മൾ മുഴുവനായി ഉണരുക. ഉണർന്നതിന് ശേഷം 10 മുതൽ 20 മിനിറ്റ് എന്തെങ്കിലും ബുക്ക് വായിക്കണം. ലൂസിഡ് ഡ്രീംസിനെ കുറിച്ച് വായിക്കുന്നതും ചിന്തിക്കുന്നതും വളരെ നല്ലതാണ്. സ്റ്റെപ്പ് 4. 20 മിനിറ്റിന് ശേഷം തിരികെ ബെഡിൽ വന്ന് കിടക്കുക. കാണാൻ ആഗ്രഹിക്കുന്ന സ്വപ്നത്തെക്കുറിച്ച് നന്നായി ചിന്തിക്കുക. ഇന്ന് ലൂസിഡ് ഡ്രീം കാണുമെന്ന് മനസ്സിനോട് ആവർത്തിച്ച് പറയുക. ശേഷം മൈൻഡും ബോഡിയും നന്നായി റിലാക്സ് ചെയ്യുക. ചെറുതായി ഒരു മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ശേഷം ഏതെങ്കിലും കണ്ടു കഴിഞ്ഞ സ്വപ്നം റീക്രിയേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ വിഷ്വൽ സ്കില്ല് കൊണ്ട് പുതിയ സ്വപ്നം കാണാൻ ശ്രമിക്കുകയോ ചെയ്യാം. പതിയെ നിങ്ങൾ ഉറക്കത്തിലേക്ക് വീഴുകയാണ്. ഇവിടെയാണ് ലൂസിഡ് ഡ്രീംസിൻ്റെ സാധ്യത. ഇത്രയും നിങ്ങൾ മനോഹരമായി ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുള്ളത് ലൂസിഡ് ഡ്രീമിലാണ്. ഈ സമയം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളായി ലോകത്തൊന്നും ഉണ്ടാവില്ല. ഒട്ടുമിക്ക പേർക്കും പ്രാക്ടീസ് തുടങ്ങി 4 ദിവസത്തിനുള്ളിൽ ലൂസിഡ് ഡ്രീം ഉണ്ടാകാറുണ്ട്. മറ്റുള്ളവർ കാത്തിരിക്കണം.
നിങ്ങളുടെ മനസ്സിന് കോൺഷ്യസ് അവയർനെസ് കിട്ടിയിട്ടില്ല എന്നാണ് ഇതിനർത്ഥം. ചിലപ്പോൾ ലൂസിഡ് ഡ്രീമിൽ നിങ്ങൾക്ക് ചില സംശയങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ ഇപ്പോൾ ശരിക്കുള്ള ജീവിതത്തിലാണോ അതോ സ്വപ്നത്തിലാണോ എന്ന്. കാരണം ഇപ്പോൾ നമുക്ക് നമ്മുടെ റിയൽ ലൈഫിലെ പോലെ തന്നെ സ്വപ്നത്തിലും അവയർനെസ് കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെയാണ് റിയാലിറ്റി ചെക്കിൻ്റെ ആവശ്യകത. നിങ്ങൾ ഇൻസെപ്ഷൻ മൂവിയെക്കുറിച്ച് കേട്ടിട്ടില്ലേ? ലൂസിഡ് ഡ്രീമിനെ ആധാരമാക്കിയാണ് ഈ സിനിമയുടെ സ്റ്റോറി. നിങ്ങൾ ഈ മൂവി കണ്ടിട്ടുള്ളവരാണെങ്കിൽ അതിൽ സ്പിന്നർ കറക്കി റിയാലിറ്റി ചെക്ക് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും. ഇത് തന്നെയാണ് റിയാലിറ്റി ചെക്കിംഗ്. സ്പിന്നർ നിർത്താതെ കറങ്ങുകയാണെങ്കിൽ സ്വപ്നത്തിലാണെന്ന് വ്യക്തം. അതുകൊണ്ട് റിയാലിറ്റി ചെക്കിംഗ് പ്രധാനപ്പെട്ട ഒന്നാണ്. റിയാലിറ്റി ചെക്കിങ്ങിന് വേണ്ടി സാധാരണയായി ഉപയോഗിക്കുന്ന ചില ടെക്നിക്കുകൾ പരിചയപ്പെടാം. വായന ആണ് ആദ്യത്തെ ടെക്നിക്ക്. കാരണം സ്വപ്നത്തിലാണെങ്കിൽ നമുക്ക് ഒരക്ഷരം വായിച്ചെടുക്കാൻ സാധ്യമല്ല. ഉറങ്ങുന്നതിന് മുമ്പ് എന്തെങ്കിലും വായിക്കാൻ പാകത്തിന് എടുത്തു വെക്കുന്നത് നല്ലതാണ്. രണ്ടാമതായി കൈകാലുകളിലെ വിരലുകൾ എണ്ണി നോക്കുക എന്നതാണ്. ഞാൻ ലൂസിഡ് ഡ്രീം ചെയ്തപ്പോൾ ഉപയോഗിച്ചതിൽ ഒന്ന് ഇതാണ്. വളരെ കൃത്യമായി എണ്ണാൻ കഴിയുന്നു എങ്കിൽ നിങ്ങളിപ്പോൾ റിയാലിറ്റിയിൽ തന്നെയാണ്, സ്വപ്നത്തിലേക്ക് കടന്നിട്ടില്ല. അടുത്തത് ഒരു കണ്ണാടിയിൽ നോക്കുക എന്നതാണ്. ഇതും ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് അധികം റെക്കമെൻഡ് ചെയ്യുന്നില്ല. സ്വപ്നത്തിൽ തന്നെയാണെങ്കിൽ തീർത്തും വികൃതമായ ഒരു രൂപമാണ് നമുക്ക് നമ്മളേതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയും ഉണ്ടാകാം. അതിനെയാണ് സ്ലീപ്പ് പാരാലിസിസ് എന്ന് പറയുന്നത്. അനങ്ങാനും സംസാരിക്കാനും ആവാതെ കുറച്ച് പേടിക്കുന്ന ഒരു പ്രത്യേക അവസ്ഥയാണിത്. ഉറക്കത്തിനിടെ ഇങ്ങനെ ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിന് ഇത് വെറും ഒരു സ്വപ്നമാണെന്ന് ആലോചിച്ചാൽ മതി. അവസാനമായി ഒന്ന് പറയാം. മാനസികപരമായി വലിയ ബുദ്ധിമുട്ടുകളൊന്നും അനുഭവിക്കാത്ത ആളുകൾ മാത്രമേ ലൂസിഡ് ഡ്രീം പരീക്ഷിക്കാവൂ. ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്.